എല്ലാവർക്കും ഹയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഗാർഡൻ ടൂർ വീഡിയോ ഇട്ടപ്പോൾ അതിൽ ടെറേറിയത്തിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഗ്ലാസിൻ്റെ ഉള്ളിൽ ഒരു കാടിൻ്റെ പ്രതീതി തോന്നിപ്പിക്കുന്നത്. എന്നാൽ നമുക്ക് ടെറേറിയം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് ഗാർഡൻ ടൂർ വീഡിയോ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കാണണം. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുക. പഴയ ഒരു അക്വേറിയം ഇവിടെ ഉപയോഗശൂന്യമായി കിടന്നപ്പോൾ ഞാനത് ടെറേറിയം ആക്കി മാറ്റി. അത് ക്ലീൻ ചെയ്തതിനു ശേഷം തുടച്ച് വൃത്തിയാക്കുക. അതിനുശേഷം പഴയ അക്വേറിയത്തിൽ ഇട്ടിരുന്ന ചെറിയ കല്ലുകൾ ഞാൻ കഴുകി വൃത്തിയാക്കി ഇതിലിട്ടു. ഇത് പുറത്തുനിന്ന് വാങ്ങാനും കിട്ടും. ഇതില്ലാത്തവർ ബേബി മെറ്റൽ ഇട്ടാലും മതി. അക്വേറിയം ഇല്ലെങ്കിലും കുഴപ്പമില്ല. ചെറിയ ഗ്ലാസിൻ്റെ ബൗള് വാങ്ങാൻ കിട്ടും. അതാകുമ്പോൾ ഇത്രയും മണ്ണ് ഇടേണ്ട ആവശ്യവുമില്ല. ഏകദേശം ഒരു 2 ഇഞ്ച് ഹൈറ്റിൽ കല്ലിടണം. കല്ലുകൾ നിരപ്പാക്കിയതിനു ശേഷം അതിൻ്റെ മുകളിൽ നെറ്റിടുക. ഞാനിവിടെ സവാളയും ഉള്ളിയൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന നെറ്റ് കട്ട് ചെയ്താണ് ഇട്ടത്. ഇതില്ലാത്തവർ പുറത്തുനിന്ന് നെറ്റ് വാങ്ങി ഇട്ടാൽ മതി. നെറ്റ് ഇടുന്നത് എന്തിനാണെന്ന് കാണിക്കാം. ഇനി ഇതിനായിട്ടുള്ള മണ്ണൊരുക്കാം. പൊടി രൂപത്തിലുള്ള വളം, എല്ലുപൊടി, ചകിരിച്ചോറ്, ജൈവവളം ഇവയൊക്കെയാണ് വേണ്ടത്. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. പൊടി രൂപത്തിലുള്ള വളം ഇല്ലെങ്കിലും കുഴപ്പമില്ല, ജൈവവളമായാലും മതി. അതിനുശേഷം ഒരുക്കിയ മണ്ണ് നെറ്റിൻ്റെ മുകളിലേക്ക് സാവധാനം ഇട്ട് കൊടുക്കുക. ഈ നെറ്റ് ഇടുന്നത് തന്നെ താഴെയുള്ള കല്ലിൻ്റെ ഇടയിലേക്ക് മണ്ണ് പോവാതിരിക്കാനാണ്. മണ്ണ് നിരപ്പാക്കാതെ കാടിൻ്റെ പ്രതീതി തോന്നിപ്പിക്കാനായിട്ട് ചെറിയ മൺകൂനകളാക്കി ഇടുക. ഇനി നമുക്ക് ചെടികൾ നട്ടു തുടങ്ങാം. ഇവിടെ ഞാൻ ഉണങ്ങിയ മരച്ചില്ലകളാണ് എടുത്തിരിക്കുന്നത്. ആ മരത്തിൽ ചെറിയൊരു ഓർക്കിഡും വെച്ചു. ഇനി ഓരോരുത്തരുടെ ഭാവനയ്ക്കനുസരിച്ച് വെക്കാം. ഞാനിവിടെ ഇങ്ങനെയാണ് ചെയ്യുന്നത്. പലതരം കല്ലുകൾ, ക്രീപ്പേഴ്സ്, ഫേണ്, കാക്ടസ് ഇവയൊക്കെയാണ് വെക്കുന്നത്. മണ്ണിളകാത്ത വിധത്തിൽ സൂക്ഷിച്ചു വേണം ചെടികൾ വെക്കാൻ. ഇനി ഇതിൻ്റെ ഇടയിൽ പായൽ അല്ലെങ്കിൽ മോസ് വയ്ക്കാം.
മണ്ണിൽ പായൽ ഇങ്ങനെ വെച്ചതിന് ശേഷം വിരല് കൊണ്ട് അമർത്തി കൊടുക്കണം. അതിനുശേഷം വെള്ളം സ്പ്രേ ചെയ്യുക. വെള്ളം കുത്തി ഒഴിക്കാൻ പാടില്ല. അതിനുശേഷം ടിഷ്യൂ പേപ്പറോ ഒരു കോട്ടൺ തുണിയോ വെച്ച് ഗ്ലാസിൻ്റെ അകവും പുറവും ക്ലീൻ ചെയ്യുക. 3 ദിവസം കൂടുമ്പോൾ വെള്ളം സ്പ്രേ ചെയ്യണം. അപ്പോൾ നല്ല മനോഹരമായ ടെറേറിയം റെഡിയായി. ഇതൊരു വരുമാന മാർഗവുമാക്കാം. ചെറിയ ഗ്ലാസ് ബൗളിൻ്റെ ടെറേറിയത്തിന് മാർക്കറ്റിൽ 300-400 രൂപയാണ്. അപ്പോൾ ഇതിൻ്റെ വില കുറഞ്ഞത് 2000 എങ്കിലും ആകും. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇത് എല്ലാവർക്കും പ്രയോജനകരവുമാകും. താങ്ക് യു.